ഹേ ഗായ്സ്, വെൽക്കം ടു ദ കൊമറ്റ്സ്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വ്ളോഗ് ഞങ്ങൾ എങ്ങോട്ടാണ് പ്ലാനിങ് എന്ന് ഇല്ല, പക്ഷേങ്കിൽ എന്തായാലും ഒരു അടിപൊളി ട്രാവൽ വ്ളോഗാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, ട്രാവൽ വ്ളോഗ് അടിപൊളിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേങ്കിൽ ട്രാവൽ എന്തായാലും അടിപൊളിയാണ്. ബിക്കോസ് ഞങ്ങൾ 3 ഫ്രണ്ട്സ് കൂടെ ട്രാവൽ ചെയ്യാണ്. അതും തൃശ്ശൂരല്ലാതെ ഞങ്ങളുടെ ജില്ലയല്ല, അപ്പുറത്തെ ഏതെങ്കിലും ഒരു ജില്ല. അതിന് ഞങ്ങൾ കുറച്ച് കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഇപ്പോഴുള്ള കുറച്ച് സംഭവങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരു 15 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പുള്ള ടീമാണ്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം ഇത് ചെറിയൊരു സംഭവമായിരിക്കില്ല എന്ന്. അപ്പം ഞങ്ങൾ 3 പേരാണ് ഇന്നത്തെ ആ ഒരു വ്ളോഗിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ്? ഞങ്ങൾ 3 പേർക്കും ഒരു പിടുത്തമില്ല. ഏതൊക്കെ? പാലക്കാട് മട്ടൻ ബിരിയാണി, കോഴിക്കോട് എന്ത് ബിരിയാണിയാണ്? കോഴിക്കോട് ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി. ഈ 3 ബിരിയാണിയിൽ ഏതെങ്കിലും ഒരു ബിരിയാണി കഴിക്കാനാണ് തൃശ്ശൂരിൽ ഒരു ബസ്സിൽ കയറിയിരിക്കുന്നത്. ഞങ്ങൾ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ഫിക്സ് ചെയ്യും, എന്നിട്ട് ആ ബിരിയാണി പോയി കഴിക്കും. ഹൈ ഗൈസ്, വി ഗോട്ട് ആൻ ഐഡിയ. എന്താണ് പറഞ്ഞു കൊടുക്കുക? ഐഡിയ പറയടാ. ലോട്ടിൻ്റെ ഐഡിയ പറയും. അതായത് ഞങ്ങൾ 3 സ്ഥലങ്ങളിലേക്ക് 3 വലിയ 3 സ്ഥലങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതേതാ? പാലക്കാട് ശരി. കോഴിക്കോട്. നമുക്ക് ഏതാ സെലക്ട് ചെയ്യണം നോക്കാം. അപ്പം നമ്മൾ തലശ്ശേരി പോയി തലശ്ശേരി ദം ബിരിയാണി ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി ബിരിയാണി കഴിക്കാൻ പോവാണ്. കൂടെ ഏതോടെ എവിടെയാണ് ബിരിയാണി കിട്ടുന്ന സ്ഥലം എന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്നും തലശ്ശേരിക്ക് വന്ന തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഷോപ്പിൽ കയറി. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഷോപ്പാണെന്ന് കണ്ടപ്പോൾ തോന്നിയപ്പോഴാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ എൻ്റെ ബിരിയാണി വന്നു, ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് വന്നത്. ഞാൻ പാത്രത്തേക്ക് കൊട്ടിയിട്ടപ്പോഴേക്കും അമ്മ വന്നു. അപ്പോൾ അമ്മേനെ കുറച്ച് നേരം വിളിച്ച് സംസാരിച്ച് അത് കോൾ കട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ എൻ്റെ പാത്രത്തേക്ക് നോക്കുന്നത്. അതിനകത്ത് ഒരു ലെഗ് പീസും ഒരു നോർമൽ പീസും പിന്നെ കുറച്ച് ഗ്രേവിയും അതുപോലെ തന്നെ റൈസും. അപ്പം തന്നെ മനസ്സിലായി ഇത് ദം ബിരിയാണി അല്ല. പിന്നെ ചിക്കൻ കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ശോകമാണ് ഗൈസ്. അതായത് ഭയങ്കര ഹാർഡാണ്, സോഫ്റ്റ് അല്ല, അത്യാവശ്യം ശോകമാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് വ്ളോഗിൽ വന്നിട്ടായ സ്പാർക്ലർ ഡ്യൂഡിനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇവിടെ ഇതാ നല്ല സ്ഥലമെന്ന്. അപ്പോൾ സ്പാർക്ലർ ഡ്യൂഡ് പറഞ്ഞു കടൽപ്പാലം കൊള്ളാന്ന്. അപ്പോൾ പിന്നെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി. 40 രൂപയാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്. അത് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ ചെന്ന് അവിടെ ഇറങ്ങി. ഞങ്ങളങ്ങനെ കടൽപ്പാലത്തേക്ക് വന്നേക്കാണ്. അരവിന്ദദേവ് പോണണ്ട. പക്ഷേ ഈ കടൽപ്പാലത്തുമേക്ക് പോകാൻ ഇവിടെ നോ എൻട്രി ആണ്, ഫോട്ടോ എടുക്കാൻ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് നടക്കും. അതിനുശേഷം നമ്മൾ അതായത് നിങ്ങൾക്ക് ഈ കടൽപ്പാലത്തിൻ്റെ ചരിത്രമായി അറിയോ? ഇല്ല അല്ലേ? അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ, അതായത് കേരളത്തിൽ നിന്ന് ഈ ചരക്കുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഗതാഗത സൗകര്യത്തിന് വേണ്ടി പണിതൊരു സംഭവമാണ്. ഇപ്പോൾ മനസ്സിലായോ? അത്ര കാലപ്പഴക്കമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അടച്ചിട്ടേക്കണേ. നമ്മൾ തിരിച്ചു പോവാ. ഇവിടെ ഒന്നുമില്ല. അയ്യോ വാ, വണ്ടി തിരിക്കും. ഇവിടെ ഒന്നുമില്ല. തിരിച്ചു പോവാ. ഇവിടെ ഒന്നുമില്ല. 1039 വണ്ടിക്ക് എത്രയാണ്? എന്തിനാ? എന്ത് വണ്ടി? ഇവിടെ കുറെ സ്തൂപങ്ങളായിട്ടുള്ള ഇതുപോലത്തെ ലൈറ്റുകളൊക്കെ കാണാൻ കഴിയും. അത് മാത്രമേ ഇതിനകത്തുള്ളൂ, അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ എൻ്റെ അവന്മാർ, ഞാനിങ്ങനെ വ്ളോഗ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു ബോധം ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞാൻ ഇവന്മാരെ കൂട്ടിയിരിക്കണം. ഇവന്മാർക്കാണെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് ബോധം ഉണ്ടാവില്ല.
അങ്ങനെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തല്ലുമാലയൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് എത്തി. അതായത് ചുമരയിൽ ഗ്രാഫിക്സ് ഉള്ള ഒരു സ്ഥലം. അതായത് മറ്റേ കുറച്ച് സ്ഥലത്തേക്ക് നടന്നു പോകുന്ന വഴിയുള്ള മറ്റേ ബിൽഡിങ്ങിന്റെ ചുമരയിൽ ഗ്രാഫിക്സ് ഒട്ടിച്ചു. ഇതാണെങ്കിൽ അധികമൊന്നുമില്ല, ആകെ 2-4 ഗ്രാഫിക്സ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ നീയാണ് പറഞ്ഞത് എന്തായാലും വന്നതല്ലേ, ഇവിടെയുള്ള ചുമരുകൾ കാണിച്ചു തരാം. പുറത്ത് ഒരു ഭംഗിയായ ചുമരുണ്ട്, ഇത് കണ്ടോ, ഇതൊരു ഹെൽമെറ്റിൻ്റെതാണ്. എടാ നീ അവിടെ തന്നെ, എൻ്റെ പൊന്നെ. അത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സാധനം, ഇവിടെ ഒരു ബൈക്ക്, പിന്നെ ഇപ്പുറത്തൊരു വേറൊരു സംഭവം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വീണ്ടും നടക്കും. എത്ര മണിക്ക് നമുക്ക് പോകണ്ടേ? നടക്ക്. ഏയ് ഓട്ടോ ഇനി വിളിക്കണ്ട, നമുക്ക് വയ്യായിരിക്കും. ഒരുപാട് സിനിമ സ്പോട്ടൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആണെങ്കിൽ ആകെ 1-1.5 മണിക്കൂറേ ഇവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ദയവരും ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. അതായത് നല്ല ഗ്രാഫിക്സ് ആണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ മെയിൻറ്റെയിനിങ് അത്ര പോരാന്നാണ് കണ്ടിട്ട് തോന്നിയത്. പക്ഷേ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ വീഡിയോയിലാണെങ്കിലും കാണാൻ രസമുണ്ട്, പക്ഷേ ഇത് അധികം ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ. തലശ്ശേരിയിൽ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്താണ് തലശ്ശേരിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് തലശ്ശേരിയുടെ ചരിത്രം? അങ്ങനെ ഇവിടുത്തെ ഉള്ള സ്ഥലങ്ങൾക്കൊക്കെ ഒരു ചരിത്രമുണ്ട്, അതാണ് പ്രത്യേകത. മാഹിക്ക് ഒരു ചരിത്രമുണ്ട്, തലശ്ശേരിക്ക് ഒരു ചരിത്രമുണ്ട്, കണ്ണൂരിന് ഒരു ചരിത്രമുണ്ട്. മാഹിയുടെ ചരിത്രം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ഒരു ചരിത്രമാണ്. അവിടെയുള്ളവർക്കൊക്കെ പോർച്ചുഗീസ് പൗരത്വം കിട്ടിയ ഒരു ചരിത്രം അവിടെയുണ്ട്. അത് ഭയങ്കര രസമാണ്. പിന്നെ ഇതിൽ കൂടെ നടന്നു പോകുമ്പോൾ തല്ലുമാല സിനിമയിൽ കണ്ട പല ഗ്രാഫിക്സും ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇവനാണെങ്കിൽ ചിരിക്കുന്നുമില്ല, രൗദ്രം. ബസ്സിലാണെങ്കിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ പിന്നാണ്ട് ചിരിച്ച ടീമോളാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട്. വേഗം നടന്നാൽ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ രാത്രി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. കൊണ്ടുവന്നത് ഈ മഹാന്. എവിടെ ഇവൻ? ആ ബിരിയാണിയുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞ്. ഹൗ വാസ് ദ ബിരിയാണി? ഞാൻ ദം ബിരിയാണി കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നതാണ്. 9 മണിക്കൂർ അല്ല, ബസ്സിൽ എത്ര മണിക്കൂർ ഇരുന്നു? ബസ്സിൽ കാലത്ത് 3:30 അല്ലേ? 3:30 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഞങ്ങൾ കണ്ട സാധനങ്ങളും കഴിച്ച സാധനങ്ങളും നിങ്ങൾ കണ്ടു. ഇവിടെ ഒരുത്തുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്നെ അവൻ എടുത്തിട്ട് കുത്തിയേനെ. ഞാൻ നടക്കുന്നത്, നിങ്ങളല്ലേ നടക്കാത്തേ? അങ്ങനെ ചേട്ടാ ബസ് സ്റ്റാൻഡ് എവിടെയാ? നേരെ നേരെ പൊക്കോ, നേരെ പോടാ. ഞാൻ നിന്റെ പിന്നിലുണ്ടാവും. എടാ ഇവിടെ വരെ വന്ന് വ്ളോഗ് ചെയ്തിട്ട് എന്തിട്ട് അടുപ്പ് കാട്ടാനാ? നീ എന്തിട്ട് വല്ലതും കാണിച്ചു തന്നിട്ടാ? ഗൈസ്, വ്ളോഗില് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്ത് വന്നിട്ട് വ്ളോഗിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 3:15 നമ്മളെ തലശ്ശേരി എത്തിയത്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ നമ്മൾ ഇവിടെ എത്തി. ഇപ്പോൾ നമ്മൾ തലശ്ശേരിയിൽ ബസ്സിൽ കയറിയിരിക്കുകയാണ്. യേതുവിൻ്റെ അപ്പുറത്തുണ്ട്, അരവിന്ദൻ്റെ ഇപ്പുറത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്തത് കോഴിക്കോടല്ല, നമ്മൾ കോഴിക്കോട് പോയിട്ട് അവിടെ നിന്ന് തൃശ്ശൂർ കയറും.
രാത്രി 12:30 പുതുക്കാട് പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ യാത്രയും കഴിഞ്ഞ് ഐസ്ക്രീമും കഴിഞ്ഞ് നടക്കുന്ന 3 സൈക്കോകൾ. ഗൈസ്, അങ്ങ് കോഴിക്കോട് നിന്നും ഞങ്ങൾ ബസ് കയറിയപ്പം ഒരു ചേട്ടനെ അടുത്തിരിക്കുന്നുണ്ടായി. ആ ചേട്ടൻ പിന്നെ നമ്മൾ എവിടെ വെച്ച് ഇറങ്ങിയ കോട്ടക്കിൽ ഇറങ്ങിയതിന് ശേഷം ആളുടെ ഒപ്പം ഞങ്ങൾ കാറിൽ വന്നു കൊണ്ടുപോയി. അവിടെ പുതുക്കാട് ആള് കൊണ്ടിറക്കി. ആള് കാരണമാണ് ഞങ്ങൾ ഈ നേരത്തെങ്കിലും വീട്ടിലെത്താൻ പോകുന്നത്. ഹേയ് ഗൈസ്, അങ്ങനെ ഇന്നലെ രാത്രി 9 മണിക്കാണ് വീട്ടിൽ വന്നത്. സോ ഈ കോമൻസിൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ വരാം. ബൈ.